ഇതെൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഏകദേശം ഒരു 6 മണി കാണും ഞാൻ എണീറ്റപ്പോൾ. 5:30 ടൈം പീസ് അടിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അതൊക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും അവിടെ തന്നെ കിടന്നു കേട്ടോ. പിന്നെ എണീറ്റപ്പോൾ 6 മണി ആയിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ ഞാനിതേ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നൂൽപൂട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കെറ്റിൽ വെള്ളം വെക്കുകയാണ് കേട്ടോ. ചായക്കുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അതേ നൂൽപൂട്ടിലേക്ക് ഞാൻ മുട്ടക്കറി എന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടൊക്കെ കഴുകി പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. നൂൽപുട്ട് കടലക്കറി അതേപോലെ പുട്ട് കടലക്കറി ആ ഒരു കോംബോ ആണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോഴേക്കും കെറ്റിൽ വെച്ചിട്ടുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരിപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കാറാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ വാട്ടി കുഴയ്ക്കുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. വൈകുന്നേരം വരെ ഇരുന്നാലും ഹാർഡായി പോവാറില്ല. പിന്നെ അത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടുള്ള സമയത്താണ് കേട്ടോ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കാറുള്ളത്. പിന്നെ അതേ കെറ്റിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ചായക്ക് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ അതിലും കൊള്ളാത്ത വെള്ളം ബാക്കിയുള്ളത് ഞാൻ മൺകൂജയിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ എനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവമേ ഞാൻ എന്താ ഹണി റോസിന് പഠിക്കണോ എന്നുള്ളത്. കാരണം ഇത് കുറേ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഐഡിയ ഉണ്ടായിരുന്നില്ല. ക്യാമറ എവിടെ വെക്കണം, എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നെ മാത്രം എൻ്റെ ബാക്ക് മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളതും വല്ലാതെ വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലല്ലേ എനിക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അതേപോലെ എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയണം കേട്ടോ. അതെനിക്ക് ഒത്തിരി ഉപകാരപ്പെടും. പിന്നെ ഞാൻ ഈ വാതോരാതെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അവിടെ മാവ് നല്ലോണം കുഴച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വീണ്ടും കെറ്റിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ മൺകുജയിലേക്ക് അത് ഒഴിച്ചു. പിന്നെ ദേ കോഴിമുട്ട അപ്പുറത്തേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദേ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് മാവ് കുറേശ്ശെ ആയിട്ട് കുത്തി നിറയ്ക്കുകയാണ് കേട്ടോ. ജയ സിനിമയിൽ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ട് കേട്ടോ. അത് കണ്ടാൽ നമുക്ക് തോന്നും അതെന്തോ വലിയ റിസ്ക് ഉള്ള എന്തോ പണിയാണെന്നുള്ളത്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ദേ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ മാവ് ചുറ്റുന്നത്. എൻ്റെ അടുത്ത് നൂൽപുട്ടിൻ്റെ പാത്രമില്ല. ഈ ഇഡ്ഡലി തട്ടിന് 13 വയസ്സായിട്ടോ. ഇതെൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ വലിയച്ഛൻ്റെ മോള്. എനിക്ക് ഞാൻ അബീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ 7ാം മാസത്തിലെ ഒരു ചടങ്ങുണ്ടല്ലോ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം അന്ന് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേ ഒരു 4 തട്ടിലേക്ക് ഞാൻ മാവ് ചുറ്റിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് മാവ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മണിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നൂൽപുട്ടിനേക്കാളും മക്കൾക്ക് ഇഷ്ടം മണിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ മാവ് മാറ്റി വെച്ചതാണ്. പിന്നെ അതേ മുട്ടക്കറിക്കുള്ള സവോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള സകല സാധനങ്ങളും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ഞാനത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് കുട്ടാട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റു ലിയോയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. 2 നേരമാണ് കേട്ടോ ലിയോയ്ക്ക് ഫുഡ് കൊടുക്കാറുള്ളത്, രാത്രിയും രാവിലെയും. അതിനിടയ്ക്ക് കൊടുത്താലൊന്നും കഴിക്കൂല കേട്ടോ. ഇത്രയും നേരം ഞാൻ മണിക്കൂർ സൂചി ആയിരുന്നു കേട്ടോ. കാരണം പതുക്കെ ടൈം എടുത്തായിരുന്നു ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ സെക്കൻഡ് സൂചിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. കാരണം കുട്ടാറിന് ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. വർക്കിന് പോകണം. 7:30 ആകുമ്പോഴേക്കും ആളിറങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവണം. പിന്നെ അല്ലു ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കൂല കേട്ടോ. ഒരു പണിക്കും സമ്മതിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സ്പീഡ് കൂട്ടി ചെയ്യാണ് കേട്ടോ. നൂൽപുട്ട് ഏകദേശം വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവോളയൊക്കെ ആദ്യം നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളിയൊക്കെ ഇടാറുള്ളത്. എനിക്ക് സവോള ഇങ്ങനെ എണീറ്റിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ ഞാൻ തക്കാളിയൊക്കെ ഇടാറുള്ളൂ. അപ്പോഴേക്കും ഇത് എൻ്റെ നൂൽപുട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ സവോള ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ അതിനിടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കാൻ നോക്കുകയാണ്. കട്ടൻ ചായയാണ് കേട്ടോ. പശുവിനെ കറവില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ കട്ടൻ ചായയാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന പാല് ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് വാങ്ങാറുമില്ല. അപ്പോൾ ഞാനിതേ കുട്ടാറിനുള്ള ചായയാണ് ഇട്ടുണ്ടാക്കുന്നത്. രാത്രിത്തെ ചിക്കൻ കറി മീൻ കറിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ എളുപ്പമാവട്ടോ രാവിലത്തെ പണി. പിന്നെ നമുക്ക് കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ അതേ എന്നും കുട്ടാട്ട് അടുക്കളയിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിതേ ഇവിടെ ഷൂട്ട് ചെയ്യല്ലേ, ക്യാമറ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ക്യാമറയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എവിടെ ഇരുന്നാലും വെറുതെ വിടൂല. എൻ്റെ ആദ്യത്തെ വീഡിയോ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇട്ടു, അത്ര മാത്രം. പിന്നെ അതേ കുട്ടാടൻ കഴിച്ച പാത്രം പിന്നെ ഞാൻ കറി ഉണ്ടാക്കുന്ന പാത്രം ഒക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ. സമയം 7:15 ആയിട്ടുണ്ട്. മക്കളെ ഉണർത്താനുള്ള സമയമായിട്ടുണ്ട്. ഇത് സ്കൂൾ തുറന്ന ഉടനെ തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു വെക്കേഷനിൽ 10 മണി വരെ കിടന്നുറങ്ങിയതിൻ്റെ ആ ഒരു ഹാങ് ഓവർ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരെ ഉണർത്തിയതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലെത്തിട്ടോ. ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മണിപ്പൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റാക്കി. പിന്നെ അതേ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. അല്ലു ഉണരുന്നതിന് മുന്നേ എൻ്റെ എല്ലാ പണികളും തീർത്ത് വെച്ചാൽ എനിക്ക് പകുതി ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. അടുക്കള മുറ്റം അടിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ അടുക്കള ഭാഗത്തൊരു സീമക്കൊന്ന ഉണ്ട് കേട്ടോ. ഭയങ്കര ശല്യമാണത്. മഴക്കാലമായാലും അതിൻ്റെ ഇല എത്ര നീക്കിയാലും പോകില്ല കേട്ടോ. അതിനിടയ്ക്കാണ് അല്ലു എണീറ്റ് വന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അടിച്ചു തരുന്ന പണിയൊക്കെ പകുതി അവിടെ കിടന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ അല്ലുവിനെ പല്ല് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അല്ലുവിൻ്റെ പല്ല് തേക്കലും ചായ കുടിക്കലും സകല പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ എന്തെങ്കിലും ഒരു പണി നടക്കുള്ളൂ. ഞാൻ അയ്യോ എന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, ഞാൻ അയ്യോ എന്ന് പറയും. ശരിക്കും പറയും, ഞാൻ അയ്യോ പറയും.
പറയൂ, നല്ല കുട്ടിയല്ലേ? എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാം കേട്ടോ. കാരണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുട്ടിക്ക് വിളമ്പി കൊടുക്കുന്നതാണ് കേട്ടോ. എവിടെ എന്ത് സാധനം വിളമ്പാനുണ്ടെങ്കിലും അപ്പോൾ അവിടെ കയറിയിരുന്നു. അതിനിടയ്ക്ക് അഭ്യം തീയും ചായ കുടിച്ചിട്ട് കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാനും എല്ലാം കൂടെ ചായ കുടിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചു ടി വിയിൽ ഒരു കാർട്ടൂൺ ഉണ്ട് കേട്ടോ, ഹൈഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് അഡിക്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ അല്ലു. അപ്പോൾ അതുണ്ടെങ്കിലേ ചായ കുടിക്കുള്ളൂ എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് എന്തിനോ കുറുമ്പളക്കി കരയണമുണ്ട് കേട്ടോ. അത് കാണാഞ്ഞിട്ടാന്ന് തോന്നുന്നു. പിന്നെ അതേ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മടിയിൽ വെച്ചിട്ട് ഒറ്റയ്ക്ക് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആ കാർട്ടൂൺ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ചേച്ചി സ്കൂളിലേക്ക് പോണത് കണ്ടു കേട്ടോ. അപ്പോൾ ടാറ്റമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവർ സ്കൂളിൽ പോണത് കണ്ട അപ്പം അല്ലുവിന് ചെരുപ്പും കൊടയൊക്കെ എടുത്തിട്ട് ഇറങ്ങണം കേട്ടോ. വെറുതെ ചുമ്മാ ഒരു രസത്തിന്. ഇപ്പോൾ സമയം ഒരു 8:45 ആയിട്ടുണ്ടാവും കേട്ടോ. അബിക്ക് ദിയയ്ക്ക് സ്കൂളിലേക്ക് പോകാനായിട്ടുണ്ട്, വണ്ടി വരാനായിട്ടുണ്ട്. അപ്പോൾ ദേ അവർ ടാറ്റ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞ് പോയിട്ടോ. പിന്നെ ഞാനും എല്ലാം ഒറ്റയ്ക്കായി. ഞങ്ങൾ ഇതേ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് നേരത്തെ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാനിതേ ചന്ദനത്തിരിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ചന്ദനത്തിരി അല്ല, കൊതുക് തിരിയാണ് കേട്ടോ. ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. ഞങ്ങളുടെ മുന്നിലൊക്കെ ഭയങ്കര കാടായതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ദേ ഞാൻ കൊതുക് തിരിയൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരുന്നത്. ലിയോൻ്റെ കൂടിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് അടിച്ചേരി വൃത്തിയാക്കുന്നുണ്ട്. ഈ സീമക്കൊന്ന എന്ന് പറയുന്നത് എത്ര അടിച്ചു വാരിയാലും പോവാത്ത ഒരു ഇലയാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മഹാഗണി എന്നാണ്. നമ്മൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പറയേ വേണ്ട, എത്ര നീക്കിയാലും നീങ്ങൂല കേട്ടോ. ഞാൻ നമ്മുടെ ഈർക്കിൾ ചൂലുണ്ടല്ലോ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞതേ ഞാൻ മെഷീനിൽ തുണി അലക്കാട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വെയിൽ കണ്ടപ്പോൾ ഞാനത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടാന്ന് വിചാരിച്ചു. ആ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ തുണിയും പുറത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടു. പക്ഷെ അതെനിക്കൊരു 8ൻ്റെ പണിയായിട്ട് വന്നു കേട്ടോ. എല്ലാ തുണി വിരിച്ചതിൻ്റെ തൊട്ട് പിറകെ തന്നെ മഴ തുള്ളിയിട്ടു. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വെയിൽ കണ്ട് നമ്മൾ തുണി വിരിക്കും, അത് കാണുമ്പോൾ മഴയ്ക്ക് ഒടുക്കത്തൊരു ആഗ്രഹമാണ് കേട്ടോ, ഒന്ന് പെയ്തിട്ട് പോകാന്നുള്ളത്, നമുക്കൊരു 8ൻ്റെ പണി തരാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങിലേക്ക് വന്നു. ഇത് ഞങ്ങളുടെ റൂമാണ്. ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെക്കുന്നുണ്ട്. ഈ സമയത്ത് അല്ലു ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട്, അവനില്ലാത്ത ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അല്ലു ഇപ്പോഴും മൂത്രം വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബെഡിന് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലേന്നത്തെ വിരിയൊക്കെ മാറ്റി വേറെ വിരി വിരിച്ചു. പിന്നെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ട് മാറ്റി വെച്ചു. പിന്നെ അതേ എനിക്ക് വെയിൽ കണ്ടാലുള്ളൊരു സ്വഭാവമാണ് കേട്ടത്. എല്ലാ ജനലും ഒന്ന് തുറന്നിടും. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിൻ്റെ ബാത്റൂമാണ്, അതൊന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ അതേ അബീൻ്റെ ദിയാൻ്റെയൊക്കെ റൂം ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാനിതേ അവരുടെ റൂമത്തെ ജനലും തുറന്നിട്ടുണ്ട്. പിന്നെ അതേ അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ ഡ്രസ്സൊന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല കേട്ടോ. ചിലതൊക്കെ അങ്ങനെ പുറത്തുനിന്ന് അലക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ അലക്കണ കണ്ടപ്പോൾ അല്ലു മുകളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട്, അല്ലു ഇവിടെ ഇല്ലാത്ത സമയം കൊണ്ട് എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേ അല്ലുവിനെ വീണ്ടും ഏട്ടൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ കുളിക്കാൻ കയറി. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.